എനിക്ക് വേറൊരു അനുഭവം കൂടെ ഉണ്ട്. ആ അനുഭവം ഇതേപോലെ ഫേക്ക് ആണോ, അതല്ല ഫേക്ക് ആയിട്ടുള്ള ഐഡിയിൽ നിന്ന് വരുന്ന ആളുകളാണോ, അതല്ല നമുക്കറിയാവുന്ന ആളുകളാണോ അമൃത? എനിക്കറിയാവുന്നല്ല, പല ഫിലിം ഫീൽഡിലെ പല ആൾക്കാർക്കും അറിയുന്ന ഒരാളാണ്. പക്ഷെ അയാൾ വളരെ മോശമാണ് എന്നാണ് ഫിലിം ഫീൽഡിലുള്ള ആൾക്കാർ, മറ്റാൾക്കാർ പറയുന്നത്. മോശമാണ്, അതിലേക്ക് പോവണ്ട, ശ്രദ്ധിക്കണം എന്നുള്ളത്. എന്താ സംഭവം അതൊന്ന് പറയൂ അമൃത. കൂടെ വർക്ക് ചെയ്ത ആദ്യത്തെ അനുഭവം കഴിഞ്ഞതിന് ശേഷമാണോ അമൃതയോട് രണ്ടാമത്തെ ഈ അനുഭവം ഉണ്ടാവുന്നത്? നമ്മളത് നിരസിച്ചു, ആ സിനിമയുടെ പ്രോജക്റ്റ് നടന്നില്ല, അത് കഴിഞ്ഞു, അതിനുശേഷം പറഞ്ഞോളൂ. അതൊരു 3-4 മാസം മുമ്പാണത്. ഓ, അത് ഇങ്ങനെ ഒരാൾ എന്നെ വിളിച്ചു, രാഹുൽ എന്നാ പേര്. വിളിച്ചിട്ട് പറഞ്ഞു പ്രൊഡക്ഷൻ കൺട്രോളർ ആണെന്ന് പറഞ്ഞു. രാഹുൽ എന്ന പേരിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടോ? പിന്നീട് അവർ അന്വേഷിച്ചു. അത് ഉണ്ട്, അന്വേഷിച്ചു. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്. ശരി, പറഞ്ഞോളൂ. പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ റോളുണ്ട്, അത്യാവശ്യം ഡയലോഗും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അമൃത ഓക്കെ ആണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഒരു ചേച്ചി തന്നതാണ്, ആ ചേച്ചിക്ക് ഞങ്ങൾ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്, ഒരു ക്യാരക്ടർ റോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ ചേച്ചിയാണ് നിന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ എന്താ വെച്ചാൽ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എടാ ഞങ്ങൾ പിന്നെ ഒരു നിവിൻ പോളിയുടെ വർക്കാണ്, കോളേജ് വർക്കാണ്, അപ്പോൾ അത്യാവശ്യം ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് കൂടുതൽ ഡേയ്സ് ഉണ്ടാവും, അപ്പോൾ അമൃത ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ആണ്. അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഭയങ്കര റൈസായി. പിന്നെ അമൃത എനിക്ക് അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളതാണ്, ഞങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരല്ല, ഞങ്ങൾ സൂപ്പർ ശരണ്യയിൽ വർക്ക് ചെയ്ത ക്രൂ ആണ്, നിനക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും, ഞങ്ങൾ സൂപ്പർ ശരണ്യയിലുള്ളവരാണ്, അപ്പോൾ നീ അന്വേഷിച്ച് നോക്കിയാൽ മതി, ഞങ്ങൾ അങ്ങനത്തെ ആളല്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് റേസായി. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങളെന്തിനെങ്കിലും റേസ് ആവുന്നേ, നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആൾ ചോദിക്കുന്നത്, നിങ്ങൾ റേസ് ആവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം എടാ ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല, അതുകൊണ്ട് നിനക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഇവർ വിളിച്ചിട്ട് പറഞ്ഞു എടാ നീ സെലക്റ്റാണ്, എനിക്ക് 2-3 കുട്ടികളെ ഫോട്ടോസും കാര്യങ്ങളും എനിക്ക് അയച്ചു തരണം, വേറെ മൂവിയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. എനിക്ക് അറിയാവുന്ന പെമ്പിള്ളേരാണ്, അവരെ എങ്ങനത്തെ ആൾക്കാരൊന്നും എനിക്കറിയാം, കാരണം ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളിലേക്കും പോകാത്ത ആൾക്കാർ. അപ്പോൾ അത് ഞാൻ അവരടുത്ത് പറയുകയും ചെയ്തു, ഇവർ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റും അങ്ങനത്തിലേക്കൊന്നും ഇതാക്കരുത്. പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എടാ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞു എടാ പെൺപിള്ളേരൊക്കെ പാവാണ്, ഞാൻ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്, പിന്നെ അവരെ നമുക്ക് നല്ല രീതിയിലേക്ക് ആക്കാം. എന്നോട് പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒഴിവാക്കി അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇയാൾ പറഞ്ഞതാണല്ലോ, അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല, നീറ്റ് വർക്കാണെന്ന് ഇയാൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ, പിന്നെ നീ അഡ്ജസ്റ്റ്മെൻറ്റ് ഒഴിവാക്കി കൊടുത്ത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പം ഞാൻ ഈ പെമ്പിള്ളേരെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എടാ ഒന്ന് സൂക്ഷിക്കണം, ഉടായിപ്പാണോന്നും അറിയില്ല, എന്തായാലും ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് സംസാരിച്ച് കുറച്ചൊന്ന് നീട്ടി പോയിക്കോന്ന് പറഞ്ഞു, നമുക്ക് ഇയാളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ പെമ്പിള്ളേരെ വിളിച്ചിട്ട് പിന്നെ സംഭവങ്ങളൊക്കെ ഡീലാക്കി. അപ്പോൾ എന്നെ ഇയാൾ രാഹുൽ വിളിച്ചിട്ട് പറയുന്നു എടാ പിന്നെ എങ്ങാനും അഡ്ജസ്റ്റ്മെൻറ്റോ എങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിലോ നീ അവരെ ഒന്ന് സെറ്റാക്കോ. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ കൂട്ടിക്കൊടുപ്പുള്ള ഒരു ജോലിയല്ല, ഞാനങ്ങനെ പറയുകയില്ല, ഞാൻ അങ്ങനത്തെ ആളുമല്ല, അങ്ങനെ ഒരു പെൺകുട്ടികളെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ ചോദിക്കുകയില്ല അതിന് തയ്യാറാണോ എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനായി, ഇയാളിങ്ങനെ ഡെയിലി ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുക, അങ്ങനെ ചോദിക്കടാ അപ്പോൾ ഞാൻ എന്നിട്ട് എനിക്ക് ഈ വാട്സപ്പിൽ പ്രൊഫൈൽ ഈ ആംഗ്രിയുടെ ഇമോജി ഇടുന്ന ഒരു ശീലം എനിക്കുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഇടും. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ അങ്ങനെ ഇടും, കാരണം ആൾക്കാർ വന്ന് ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇടുന്നൊരു ശീലം എനിക്കുണ്ട്. അപ്പം ആ സമയത്തെങ്കിലും എനിക്ക് ആ ഒരു ഇത് ഒഴിവാക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ അയാളത് സമ്മതിച്ചില്ല. ഞാൻ എന്നിട്ട് ആംഗ്രിയുടെ ഇമോജി ഇട്ടു. അപ്പോഴേക്കും ഇയാൾ ഭയങ്കരമായിട്ട് പിന്നെ ദേഷ്യം എന്നുള്ള രീതിയിലൊക്കെ ഇയാൾ സംസാരിക്കുന്നത്. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ കോള് ഒക്കെ കട്ട് ചെയ്തു. അപ്പോഴേക്കും ഇയാൾക്ക് മനസ്സിലായി എനിക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ട് എന്നുള്ളത്. അതിനുശേഷം പിന്നെ ഇയാൾ വിളിച്ചില്ല. ഞാൻ ആ ഒരു ഇമോജി ഇട്ടപ്പോഴത്തേക്കും പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നെ അവർ വിളിക്കുന്നത് അമൃത പിന്നെ ഇങ്ങനെ എഗ്രിമെൻ്റ് എഴുതാൻ സമയമായി,
അവരൊക്കെ ഓക്കെ അല്ലേ, നീയും ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾ ഒറ്റയ്ക്കാണോ ഈ മൂവി ചെയ്യുന്നത്? എന്നെ ഡയറക്ടറിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറോ പ്രൊഡക്ഷൻ കൺട്രോളോ ഇങ്ങനത്തെ ആൾക്കാർ പലരും വിളിക്കേണ്ടതാണ് എന്നെ. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് കാസ്റ്റ് ചെയ്യുന്നൊരു സാധനം ഇവരൊക്കെ വിളിക്കേണ്ടതല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒറ്റയ്ക്കാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അയാൾ കട്ട് ചെയ്തു. അപ്പം ഞാൻ ഈ വേറൊരു ചേട്ടനുണ്ട്, രാഹുൽ എന്ന് പറയുന്ന വേറൊരു ചേട്ടൻ, മൂവിയിലൊക്കെ വളരെ സജീവമാണ്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇവനെക്കുറിച്ച് ചേട്ടനൊന്ന് അന്വേഷിക്കണം, സൂപ്പർ ശരണ്യയിൽ വർക്ക് ചെയ്ത ആളാണ്, ആ ക്രൂവിലുള്ള ആളാണ്, നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു സൂപ്പർ ശരണ്യയിലെ ആളാണെങ്കിൽ എനിക്കറിയാം, ആ ക്രൂവിലെ ആൾക്കാരെ എനിക്കറിയാം, ഞാൻ അവരെ വിളിച്ചൊന്ന് അന്വേഷിക്കട്ടെ ഇങ്ങനെ ഒരാളുണ്ടോ. അപ്പോൾ അന്വേഷിച്ചപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ അവിടെയുള്ള ക്രൂവിലുള്ള ആൾക്കാർ പറഞ്ഞു അമൃതയോട് പറ, പിന്നെ എന്തെങ്കിലും പെൺകുട്ടികളെ പേരോ അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറ, ഇവൻ്റെ മെയിൻ പരിപാടിയാണ് ഇത്, ഏതെങ്കിലുമൊക്കെ മൂവിയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും, എന്നിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിക്കും, എന്നിട്ട് പെൺപിള്ളേർക്ക് മോശപ്പേര് ഉണ്ടാക്കുന്ന രീതിയിൽ ഇവൻ്റെ പ്രവർത്തനം, ആ ക്രൂ നമ്മളിപ്പോൾ ഒരു മൂവി എടുക്കണം, ആ ക്രൂവിനെ ഒന്നടങ്കം മോശമായ രീതിയിൽ വരുത്തുന്ന രീതിയിലായിരിക്കും ഇവരൊന്നും മേലുള്ള ആൾക്കാരൊന്നും അറിയൂല, ഇവൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടും, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളാൻ വേണ്ടി പറയാമെന്ന് പറഞ്ഞു. അവനെ ബ്ലോക്ക് ചെയ്ത ആളാ. അങ്ങനെയാണ് പറയുന്നത്, പ്രൊഡക്ഷൻ കൺട്രോൾ ആണെന്നാണ് പറയുന്നത്. വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമൃത ആ എഗ്രിമെന്റ് ഒഴിവാക്കി. അപ്പം ഒരുപാട് പെൺപിള്ളേർ ഇയാൾക്കെതിരെ കേസ് ഞാനത് ഒഴിവാക്കി. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അത് കേസ് കൊടുത്തിട്ടുണ്ടോ പല താരങ്ങളും അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളും? യെസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. എൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്നിട്ട് ആ പെൺപിള്ളേർക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രൊഡക്ഷൻ കൺട്രോളർമാരാൽ ഇത്തരം സിനിമാ സെറ്റുകളിൽ കാസ്റ്റിംഗ് കൗച്ചിന് ഇരയായി തീർന്ന ഏതെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ അമൃതയോട് എന്തെങ്കിലും തുറന്നു പറയുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കേട്ടത് എന്താ വെച്ചാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായ പെൺപിള്ളേരെ അവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് അത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയും പറഞ്ഞ പൈസ കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് ഭയങ്കര ഫീലായിട്ട് ഇമോഷണൽ ആയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് നടക്കുക എന്നുള്ളതിനെ കുറിച്ച് പിന്നീട് അമൃത ചോദിച്ചിരുന്നു. എന്തായാലും ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ, ഇതെന്താണ് ഈ സംഭവം എന്നറിയാൻ. ഇല്ല, ഞാൻ അങ്ങനെ അതിനെപ്പറ്റി നമുക്കറിയാലോ, ഇത് സംഭവം ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പം പിന്നെ ഞാൻ കൂടുതൽ അതിനെപ്പറ്റിയൊന്നും ഈ രണ്ട് സംഭവങ്ങളാണ് അമൃതയ്ക്ക് വ്യക്തിപരമായി ഉണ്ടായതല്ലേ നമ്മൾ ശ്രദ്ധിച്ച. അതെ, യെസ്. അതിനുശേഷം ആ സിനിമാ സ്വപ്നം എന്നുള്ള ഒരു അതിനുശേഷം ഞാനൊന്ന് ചവിട്ടി ചവിട്ടി. ഓക്കെ.